അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മൾ പുതിയ പാഠം എടുക്കാൻ പോവാണ്. അതായത് കഹാവത്തെ എന്ന് പറഞ്ഞിട്ടുള്ള മനോഹരമായൊരു രസകരമായൊരു പാഠമാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. കഹാവത്തെ എന്ന് പറഞ്ഞാൽ പഴഞ്ചൊല്ലുകൾ അല്ലേ? പഴഞ്ചൊല്ലുകൾ കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. ഹർ കഹാവത്ത് കെ പീച്ചെ, ഓരോ പഴഞ്ചൊല്ലിനു പിന്നിലും കോയി ഏതെങ്കിലും ദിൽചസ്പ് ആകർഷണീയമായ ഹൃദയഹാരിയായ കഹാനി ഹോത്തി ഹെ, കഥകളുണ്ടാകുന്നു. ഓക്കെ അല്ലേ? ഏതൊരു പഴഞ്ചൊല്ലെടുത്താലും അതിൻ്റെ പിന്നിൽ ഏതെങ്കിലും ഒരു നല്ല രസകരമായ കഥകളുണ്ടാവും. നമ്മൾ പറയുമല്ലോ അതിന് പിന്നിൽ ഇങ്ങനെയാണ്. ഇത് ഒരു മൃഗത്തിൻ്റെ, അതായത് അണ്ണാൻ്റെ പിന്നിൽ ഇങ്ങനെ വരാൻ കാരണം എന്താ? അതിൻ്റെ പിന്നിൽ ഒരു നല്ല കഥ ഉണ്ടാവും. പിന്നെ കുറുക്കൻ എന്തിനാണ് അങ്ങനെ ഓരോ തരത്തിൽ എന്തുണ്ടാവും? കഹാവത്തിൻ്റെ പിന്നിൽ ഒരുപാട് കഥകളുണ്ടാകും. കഹാവത്ത് കെ ചന്ദ് അൽഫാസ്, പഴഞ്ചൊല്ലിൻ്റെ അല്പം ചില ലഫ്ലുകൾ, അല്പം ചില വാക്കുകൾ, അതായത് കഹാവത്തിൻ്റെ ചുരുങ്ങിയ വേർഡുകൾ. വോ ബാത്ത്, ആ കാര്യം ബയാൻ കർദേത്തേ ഹേ, ആ കാര്യം എന്താക്കുന്നു? വ്യക്തമാക്കി തരുന്നു, വിശദീകരിച്ചു തരുന്നു. ജിസ്കേലിയെ, ആ ഏതാണോ കാര്യം, ജിസ്കേലിയെ, ആ ചെറിയ കാര്യത്തിന് വേണ്ടി തന്നെ ഈ സഫഹാത്ത് കി, ഒരുപാട് ഏടുകൾ ജറൂറത്ത് ഹോ സക്തി ഹേ, അത്യാവശ്യമായി വരുന്നു. അതായത് ആ ചെറിയ, നമ്മളിപ്പോൾ കവിത പഴഞ്ചൊല്ലെന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്താ പറയുക, കയ്പുള്ള മുന്തിരി ഇല്ലേ? നമ്മൾ പറഞ്ഞല്ലോ മുന്തിരി പുളിക്കും, കിട്ടാത്ത മുന്തിരി പുളിക്കും അറിയും. കിട്ടാത്ത മുന്തിരി പുളിക്കുന്നു, അത് ചെറിയൊരു വേർഡാണ് അല്ലേ? പക്ഷെ ആ കിട്ടാത്ത മുന്തിരി പുളിക്കും എന്നുള്ളതിന് പിന്നിൽ എന്തുണ്ട്? ഒരുപാട് ഏടുകൾ അത്യാവശ്യമായി വരുന്നു. ഏടുകൾ അത്യാവശ്യമായി വരിക എന്ന് പറഞ്ഞാൽ ഒരുപാട് പറയേണ്ടതായി വരുന്നുണ്ട്. അത് നോക്കാം. ഹർ കഹാവത്ത്, ഓരോ പഴഞ്ചൊല്ലും ഇൻസാനി തജ്രിബേക്ക, മാനുഷികപരമായ, അതായത് മനുഷ്യന്മാരുടെ അനുഭവങ്ങളുടെ നെച്ചോട്ട് എന്ന് പറഞ്ഞാൽ സത്ത എന്ന് പറഞ്ഞാൽ അതിൻ്റെ എന്താ പറയുക, മെയിൻ ഘടകമാണ് സത്ത. സാരാംശം എന്നറിയും, അതായത് അതിൻ്റെ സാരം, അർത്ഥങ്ങൾ. അപ്പോൾ തെജിരിബാഗ, അപ്പം മനുഷ്യൻ്റെ അനുഭവം, മാനുഷികപരമായ അനുഭവത്തിൻ്റെ ഒരു സത്ത പേശ് കർത്തി ഹെ, അതായത് എന്താക്കുന്നു? അവതരിപ്പിച്ചു തരുന്നു. അതായത് മനുഷ്യന്മാരുടെ ഓരോരോ അനുഭവങ്ങളും എന്തിലുണ്ടാകും? ആ കവി എന്താ പറയുക, നമ്മുടെ പഴഞ്ചൊല്ലിന് പിന്നിലുണ്ടാകും എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് നോക്കാം. ബച്ചോ, കുട്ടികളെ, ഈ സബകമേ, ഈ പാഠത്തിൽ താങ്കൾ ദോ കഹാവത്തെ പഠേകെ, രണ്ട് പഴഞ്ചൊല്ലുകൾ പഠിക്കും. ഏതൊക്കെയാണ്? അങ്കൂർ കട്ടേഹൈ ഓർ ബന്ദർ ബാണ്ട്. അപ്പോൾ നമ്മൾ അങ്കൂർ കട്ടേഹൈ എന്ന് പറഞ്ഞാൽ കിട്ടാത്ത മുന്തിരി പുളിക്കുന്നതാണ്. അങ്കൂർ എന്ന് പറഞ്ഞാൽ മുന്തിരി, കട്ടേഹൈ എന്ന് പറഞ്ഞാൽ പുളിക്കുന്നു. അതായത് നമ്മൾ പറയാൻ എന്താണ്? കിട്ടാത്ത മുന്തിരി പൊളിക്കുന്നതാണ്. ബന്ദർ ബാണ്ട് എന്ന് പറഞ്ഞാൽ, ബന്ദർ എന്ന് പറഞ്ഞാൽ കൊരങ്ങൻ, ബാണ്ട് എന്ന് പറഞ്ഞാൽ വിഹിതം. അപ്പോൾ കൊരങ്ങൻ വിഹിതം വെക്കുക, അതായത് രണ്ടാളുകൾക്കിടയിൽ തൻ്റെ കാര്യം നടപ്പിലാക്കുക. അതായത് രണ്ടാളുകളുടെ തർക്കം പരിഹരിക്കാൻ വേണ്ടി പോയിട്ട് അതിൻ്റെ ഇടയിൽ നമ്മളെ കാര്യം സാധിപ്പിക്കുക. അതിനാണ് ബന്ദർ ബാണ്ട് എന്ന് പറയാം. അപ്പം ഇനി അങ്കോർ കട്ടേഹെ എന്നുള്ളതൊന്ന് ജസ്റ്റ് നമുക്കൊന്ന് പരിചയപ്പെടാം. കോശിഷ് കെ ബാദ്, ഒരുപാട് പരിശ്രമത്തിന് ശേഷം, ജബ് കോയി ചീസ്, ഏതെങ്കിലും ഒരു വസ്തു, ന മിൽ സക്കേത്തോ, കിട്ടാത്തപ്പോൾ, കിട്ടാൻ സാധിക്കാത്തപ്പോൾ, ജബ് നമ്മൾ അവസാനമല്ല വെക്കൽ. അപ്പം കുറേ പരിശ്രമിച്ചതിന് ശേഷം ഏതെങ്കിലും ഒരു വസ്തു നമുക്ക് കിട്ടാണ്ടാകുമ്പോൾ, ശർമ്മന്തിക്ക്, നമ്മുടെ മുഖത്തുണ്ടാകുന്ന ആ നാണമുണ്ടല്ലോ, ആ നാണം മിഠാനെ കേലിയെ, മായ്ച്ച് കളയാൻ വേണ്ടി, അതായത് നമ്മളിപ്പോൾ നാണം കെട്ടു, ഇനി ആ നാണം മറ്റുള്ളവരെ കാണിക്കാണ്ടിരിക്കാൻ വേണ്ടി, അതായത് അത് മായ്ക്കാൻ വേണ്ടി, ഉസ്മേ, ആ നാണത്തിൽ എന്താ പറയുക, അല്ലെങ്കിൽ ആ കാര്യത്തിൽ, ചീസറിൻ്റെ കാര്യമല്ല, ആ കാര്യത്തിൽ ഐബ് നിക്കാലിന, കുറ്റം കണ്ടുപിടിക്കുക. ഇതന്നെയല്ലേ നമ്മൾ മുന്തിരിക്ക് വേണ്ടി ഒരുപാട് അധ്വാനിച്ചു. അതാ കോശിഷ് കെ ബാദ്, ഒരുപാട് അധ്വാനിച്ചു. ആ വസ്തു ഏതാണ്? മുന്തിരിയാണ്. അപ്പോൾ ആ മുന്തിരി കിട്ടാൻ വേണ്ടി നമ്മൾ ഒരുപാട് എന്താ പറയുക, അധ്വാനിച്ചു. പക്ഷേ കിട്ടാണ്ടായപ്പോൾ നമ്മളെ മുഖത്തൊരു നാണം ഉണ്ടാവുമല്ലോ, ആ നാണം ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ എന്താക്കും? ആ മുന്തിരി എന്ത്, അത് ഫുള്ള് പുളിയാണ്, ആ മുന്തിരി രസമില്ല, കണ്ടോ, അതിലൊരു കുറ്റം കണ്ടെത്തി. അതാണ് പറഞ്ഞത്, കിട്ടാത്ത മുന്തിരി പൊളിക്കുമെന്നുള്ളത്. അപ്പോൾ അങ്കോർ കട്ടേഹെ എന്നുള്ളതിൻ്റെ വിശദീകരണമാണ് ഇവിടെ പറഞ്ഞത്. ഇനി ഒരു 2 വരി കൂടി നമുക്ക് എടുക്കാം. അപ്പോൾ ബാസ് ജാൻവർ, ചില മൃഗങ്ങൾ, അപ്നി ഖുസൂസിയാത്ത് കേലിയെ, തൻ്റേതായ വിശേഷണങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ തൻ്റേതായ പ്രത്യേകതകൾക്ക് വേണ്ടി മഷ്ഹൂർ ഹൈ, പ്രസിദ്ധമാണ്. അതായത് ഓരോ മൃഗങ്ങൾക്കും ഓരോരോ പ്രത്യേകത ഉണ്ട് എന്നർത്ഥം. അതായത് മിസാൽ കെ തോർ പർ, ഉദാഹരണമായിട്ട് ഷേർ കി ബഹാദുരി, സിംഹത്തിൻ്റെ ധീരത,
ഗോഠേക്ക് വഫാദാരി, കുതിരയുടെ എന്താ കൂറ് പുലർത്തുക പറഞ്ഞാൽ നമ്മളിങ്ങനെ വലിക്കുമ്പോൾ നമുക്ക് വേണ്ടിയിട്ട് യാത്ര ചെയ്തു തരുന്നുണ്ടല്ലോ, അതാണ് കൂറ് പുലർത്തുക. പിന്നെ ലോംടീക്ക് ചാലാക്കി, ലോംടി എന്ന് പറഞ്ഞാൽ എന്താണ്, കുറുക്കൻ്റെ തന്ത്രം, നമ്മൾ പഠിച്ചിട്ടുണ്ട് കുറുക്കൻ്റെ തന്ത്രം. പിന്നെന്താ പറയുക, ബന്ദർക്കി ഹോഷിയാരി, പിന്നെ കുരങ്ങൻ്റെ ഹോഷിയാരി എന്ന് പറഞ്ഞാൽ ബോധം എന്നൊക്കെ പറയില്ലേ, എന്താ പറയുക, അതായത് ഒരു പ്രത്യേക തരത്തിലൊരു ബോധം ആർക്കുണ്ടാവും, നമ്മളെ കുരങ്ങനുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ഒക്കെ ഓരോ മൃഗങ്ങളും ഓരോരോ വിശേഷണങ്ങൾക്ക് ഉടമയാണ് അല്ലേ, അതാണ് പറഞ്ഞത്. ഇൻഷാ അല്ലാഹ് നമ്മളിനി കഥ തുടങ്ങാൻ പോകുന്നത് നാളെ മുതലാണ്. അപ്പോൾ ഇത് ശരിക്കും നിങ്ങൾ എന്താക്കുക, മനസ്സിലാക്കി വെക്കുക, എന്താണ് പഴങ്കഥ, നമ്മളിനി എന്ത് പഴങ്കഥയാണ് പഴങ്കഥ അല്ല പഴഞ്ചൊല്ലുകൾ, എന്ത് പഴഞ്ചൊല്ലുകളാണ് ഇനി നമ്മൾ അടുത്ത ക്ലാസ്സുകളിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്, അതിൽ നമ്മൾ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ശരിക്കും പോലെ നിങ്ങൾ മനസ്സിലാക്കുക. അസ്സലാമു അലൈക്കും.